പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും പഠിക്കുന്നവർക്കും പഠിച്ചു കഴിഞ്ഞവർക്കും ജോലി ചെയ്യുന്നവർക്കും ഇവരുടെയൊക്കെ രക്ഷിതാക്കൾക്കും ഇവരുടെ അയൽക്കാർക്കും ഇവരുടെ നാട്ടുകാർക്കും സമൂഹത്തിനും ഇവരെ പുച്ഛമാണ്. ഈ ഒരു എഡ്യൂക്കേഷൻ ഫീൽഡിനെ കരിയർ ഫീൽഡിന് പുച്ഛമാണ്. ഒന്നല്ല, രണ്ട് കരിയർ എഡ്യൂക്കേഷൻ ഫീൽഡുണ്ട്. ഒന്ന് എൻജിനീയറിംഗ് ആണ്, അതിൽ തന്നെ രണ്ടാമത് മെക്കാനിക്കൽ എൻജിനീയറിംഗ് ആണ്. പക്ഷേ ഈ ഒരു കരിയർ എഡ്യൂക്കേഷൻ മേഖലയുടെ പ്രസക്തിയും അതിൻ്റെ ഇമ്പാക്റ്റ് നോക്കുകയാണെങ്കിൽ ലോകത്ത് മനുഷ്യൻ്റെ ഇടപെടലുകൾ സ്റ്റാർട്ട് ചെയ്തത് മുതൽ ഇന്ന് വരെ അതിൻ്റെ പ്രസക്തി എന്നുള്ളത് വളരെ വളരെ കൂടുതലാണ്. ഇനി ഫ്യൂച്ചറിലേക്കും അതിൻ്റെ പ്രസക്തി ഒട്ടും കുറഞ്ഞു പോകാനുള്ള സാധ്യതയും കാണുന്നില്ല. എൻജിനീയറിംഗ് ആണ് കരിയർ മേഖല, മെക്കാനിക്കൽ എൻജിനീയറിംഗ് ആണ് അതിലും ഒരു നിഷിലേക്ക് വരുമ്പോൾ ആ എൻജിനീയറിംഗിലെ ഏറ്റവും കൂടുതൽ കുറ്റവും തെറിയും കേൾക്കുന്ന ഒരു ഫീൽഡ് എന്നുള്ളത്. ഇതിന് പല കാരണങ്ങളുമുണ്ട്. ഒന്ന്, എൻജിനീയറിങ്ങിൻ്റെ പ്രസക്തി തന്നെയാണ്. നിങ്ങളുടെ ചുറ്റുപാട് നോക്കുകയാണെങ്കിൽ കാണുന്ന എല്ലാ പ്രൊഡക്റ്റും എൻജിനീയറിങ്ങിൻ്റെ ബൈ പ്രൊഡക്റ്റാണ്, എൻജിനീയറിങ്ങിൻ്റെ റിസൾട്ടാണ്. അതിൽ തന്നെ മെക്കാനിക്കൽ എൻജിനീയറിങ്ങിൻ്റെ എഫക്റ്റ് നോക്കുകയാണെങ്കിൽ ഒന്നുകിൽ അത് മെക്കാനിക്കൽ എൻജിനീയറിങ്ങിൻ്റെ ഡയറക്റ്റ് പ്രൊഡക്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ പ്രൊഡക്റ്റിൻ്റെ പ്രൊഡക്റ്റ് ആയിരിക്കും. അത്രയും പ്രസക്തിയുണ്ട് മെക്കാനിക്കൽ എൻജിനീയറിങ്ങിനും. സോ ഞാൻ മെക്കാനിക്കൽ എൻജിനീയറിംഗ് പഠിക്കുന്ന സമയത്ത് എൻ്റെ ക്യാമ്പസിൽ നിന്ന് കേട്ട മുറവിളിയുണ്ട്, ഒരു മുദ്രാവാക്യമുണ്ട്, റോയൽ മെക്ക്. ശരിയാണ്, മെക്കാനിക്കൽ എൻജിനീയറിംഗ് ഈസ് റോയൽ മെക്ക്. പല കൂട്ടുകാരും ഇതിൻ്റെ പ്രസക്തി മനസ്സിലാക്കുന്നില്ല. പ്രത്യേകിച്ച് ഇത് പഠിക്കുന്നവരും ഇത് പഠിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉള്ള ആൾക്കാരും. സോ ഇന്നത്തെ എപ്പിസോഡ് അവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. നിങ്ങൾ മെക്കാനിക്കൽ എൻജിനീയറിംഗ് പഠിക്കുന്നു, നിങ്ങൾ മെക്കാനിക്കൽ എൻജിനീയറിംഗ് പഠിക്കാൻ ആഗ്രഹിക്കുന്നു, പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്, ജോലി ചെയ്യുന്നു, എല്ലാ സമയത്തും നിങ്ങൾക്ക് മെക്കാനിക്കൽ എൻജിനീയറിങ്ങിനെ പുച്ഛമാണെങ്കിൽ തീർച്ചയായിട്ടും ഈ എപ്പിസോഡ് നിങ്ങൾക്കുള്ളതാണ്. മെക്കാനിക്കൽ എൻജിനീയറിംഗ് ഈസ് സ്റ്റിൽ എ റോയൽ എൻജിനീയറിംഗ്. ഈ എപ്പിസോഡിൽ കൂടി നമുക്ക് മനസ്സിലാക്കാം. സോ ഫ്രണ്ട്സ്, ഈ ഒരു എപ്പിസോഡ് ചെയ്യാൻ പ്രചോദനമായത് മ്യൂസിക് ബീറ്റ്സ് എന്ന ഒരു വ്യക്തിയുടെ ചോദ്യമല്ല, അദ്ദേഹത്തിൻ്റെ കൺഫെഷനാണ്. സോ അതിൻ്റെ ആ ഒരു സ്ക്രീൻഷോട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾ കൂടി നിങ്ങളുമായി ഷെയർ ചെയ്യുന്നു. മെക്കാനിക്കൽ എൻജിനീയറിംഗ് പഠിച്ചിട്ട് ഒരു കാര്യവുമില്ല. ആ സമയം കൊണ്ട് ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, മെക്കാട്രോണിക്സ് എന്നിവ പഠിക്കുന്നതാണ് നല്ലത്. മെക്കാനിക്കൽ എൻജിനീയറിംഗ് ഈസ് സച്ച് എ ഡൈയിങ് കരിയർ എന്നാണ് അദ്ദേഹം പറയുന്നത്. കൂടാതെ കൂടുതൽ ചോദിച്ചു. ഈ ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ തന്നെ എൻ്റെ താല്പര്യം കൂടി, എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ഈ രീതിയിലുള്ള ഒരു ചിന്താഗതി വന്നത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത്, ഇപ്പം എല്ലാം ഡിജിറ്റൽ യുഗമാണ്. സോ ഡിജിറ്റൽ യുഗത്തിന് മെക്കാനിക്കൽ എൻജിനീയറിങ്ങിന് എന്ത് പ്രസക്തി? പിന്നെ ഇപ്പോൾ നല്ല ജോബ് ഓപ്പർച്യൂണിറ്റീസ് IT-യും ഇലക്ട്രോണിക്സും ആണ്. സോ മെക്കാനിക്കലിൽ ഇനി ഉള്ള കാലം ജോലി കിട്ടാൻ പ്രയാസമാണ് എന്നാണ് നമ്മുടെ മ്യൂസിക് ബീറ്റ്സ് എന്ന പേര് വെച്ചിട്ട് ഒരാൾ നമ്മുടെ ഒരു എപ്പിസോഡിൻ്റെ താഴെ കമൻറ്റ് ചെയ്തത്. സോ നമുക്ക് ആ ഒരു കൺഫെഷനും അതോടൊപ്പം മെക്കാനിക്കൽ എൻജിനീയറിങ്ങിൻ്റെ പ്രസക്തിയും മനസ്സിലാക്കാം. സോ ഫ്രണ്ട്സ്, മെക്കാനിക്കൽ എൻജിനീയറിംഗ് അതോടൊപ്പം എൻജിനീയറിംഗ് ഒരിക്കലും കരിയറിലോ എഡ്യൂക്കേഷൻ ഫീൽഡിലോ ഒരു നിറവ്യത്യാസവുമില്ലാതെ മുന്നോട്ട് പോകുന്ന ഫീൽഡുകളാണ്. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ ഇന്ന് കാണുന്ന ലോകത്തിലുള്ള എല്ലാ കാര്യങ്ങളും മാൻമെയ്ഡ്, മനുഷ്യൻ്റെ ഇടപെടലുകൾ, കരവിരുതും കുശാഗ്രബുദ്ധിയും വെച്ച് ഉണ്ടാക്കിയ എല്ലാ കാര്യങ്ങളും എൻജിനീയറിങ്ങിൻ്റെ റിസൾട്ടാണ്, അതിൻ്റെ പരിണിത ഫലങ്ങളാണ്. അതിൽ തന്നെ മെക്കാനിക്കൽ എൻജിനീയറിംഗ് എന്നുള്ളത് വളരെ കൂടുതൽ സ്വാധീനം ചെലുത്തുന്ന ഒരു എൻജിനീയറിംഗ് ഫീൽഡാണ്. പിന്നെയും കൂട്ടുകാർ, വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ, നാട്ടുകാർ, സമൂഹം, അയൽക്കാർ എല്ലാവർക്കും മെക്കാനിക്കൽ എൻജിനീയറിങ്ങിനെ പുച്ഛമാകാൻ വലിയൊരു കാരണമുണ്ട്. പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾ, ഈ കോഴ്സ് പഠിക്കുന്ന കുട്ടികൾക്ക് തന്നെ കോഴ്സിനെക്കുറിച്ച് ഒരു ധാരണയും ഇല്ലാത്തത് കൊണ്ടാണ് അതിൻ്റെ മെയിനായിട്ടുള്ള ഒരു റീസൺ എന്നുള്ളത്. സോ 5 കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു എപ്പിസോഡിൽ കൂടി ഡിസ്കസ് ചെയ്യാനുള്ളത്. ഈ 5 കാര്യത്തിൽ കൂടി ലിമിറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ 5 കാര്യങ്ങൾ വളരെ ലിമിറ്റഡായി എഴുതി പ്രസൻറ്റ് ചെയ്യുന്നത് കാരണം ഇതിൽ കൂടുതലുണ്ട്. എപ്പിസോഡിൻ്റെ ലെങ്ത് എന്നുള്ളത് വളരെ കൂടുതൽ പോകാനും സാധ്യത ഉള്ളത് കൊണ്ടാണ്. സോ ആദ്യത്തെ റീസൺ എന്നുള്ളത് എൻജിനീയറിംഗ് ഓഫ് മൂവ്മെൻറ്റ്സ് ആൻഡ് മോഷൻസ് എന്നാണ് മെക്കാനിക്കൽ എൻജിനീയറിങ്ങിനെ പറയുന്നത്. ഏത് രീതിയിലുള്ള ചലനങ്ങളും അത് സൃഷ്ടിക്കാനും ഉള്ള ചലനങ്ങളെക്കുറിച്ച് പഠിക്കാനും മെക്കാനിക്കൽ എൻജിനീയറിംഗ് എന്നുള്ളത് ഒരു ഡിസിപ്ലിനാണ്. ഈ ഒരു എൻജിനീയറിംഗ് ഡിസിപ്ലിനിൽ കൂടി മാത്രമേ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റൂ. കമ്പ്യൂട്ടർ സയൻസ് എൻജിനീയറിങ്ങിലോ ഇലക്ട്രോണിക്സിലോ ഇലക്ട്രിക്കലിലോ ബാക്കിയുള്ള ഏത് എൻജിനീയറിംഗ് എടുത്താലും, ഈവൻ സിവിൽ എൻജിനീയറിങ്ങിലോ ഈ ഒരു കാര്യം പഠിക്കുന്നില്ല എന്ന കാര്യം പ്രത്യേകം ഓർമ്മിക്കേണ്ടതാണ്. കാരണം
എല്ലാവിധ ചലനങ്ങളെക്കുറിച്ച് പഠിച്ചാൽ മാത്രമേ നമുക്ക് ആ ചലനങ്ങളെ ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റൂ. അത് വ്യോമയാന മേഖലയായാലും സമുദ്രത്തിൽ കൂടിയുള്ള ഷിപ്പുകളായാലും കരയിൽ കൂടിയുള്ള ഏത് ട്രാൻസ്പോർട്ട് മോഡ് എടുത്താലും ഇതിൻ്റെയൊക്കെ റിസൾട്ട് വന്നിട്ടുള്ളത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ നടന്ന പല രീതിയിലുള്ള റിസർച്ചും ഡെവലപ്മെൻറ്റും ചെയ്തതിന് ശേഷമാണ്. സോ മനസ്സിലാക്കുക, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് നിങ്ങൾക്ക് നൽകുന്നത് വലിയൊരു ഇൻഫർമേഷനാണ് വിത്ത് റെസ്പെക്ട് ടു മോഷൻസ് ആൻഡ് മൂവ്മെൻറ്റ്സ്. വേറൊരു കാര്യം പ്രത്യേകം മനസ്സിലാക്കാനുള്ളത് ഒരു സ്പോയിലർ അലേർട്ട് കൂടിയാണ്. ഈ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ കരിയറിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എങ്ങനെ മാറ്റം കൊണ്ടുവരും, ഇൻ കേസ് നിങ്ങൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന ആളാണെങ്കിൽ എങ്ങനെയൊക്കെ അത് നിങ്ങളെ സഹായിക്കും, അല്ലെങ്കിൽ ഏത് ഡിസിപ്ലിൻ പഠിക്കാൻ സഹായിക്കും എന്ന കാര്യം കൂടി ചെറിയൊരു ക്ലൂ എപ്പിസോഡിൽ നിന്ന് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. രണ്ടാമത്തെ കാര്യമാണ് എഞ്ചിനീയറിംഗ് ഓഫ് ഡിസൈൻസ് ആൻഡ് ഷേപ്സ് എന്നുള്ളത്. നേരത്തെ പറഞ്ഞ പോലെ എല്ലാവിധ മൂവ്മെൻറ്റ്സും മോഷൻസും പഠിക്കുന്നത് ഏത് രീതിയിലുള്ള ഡിസൈൻസ് ഉണ്ടാക്കണം, ഏത് രീതിയിലുള്ള ഷേപ്സ് ഉണ്ടാക്കണം എന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ കൂടിയാണ്. അത് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോണായാലും പേനയായാലും ഓട്ടോമൊബൈൽസ് ആയാലും റോക്കറ്റ്സ് ആയാലും ഏത് കാര്യമെടുത്താലും അതിൻ്റെ ഡിസൈൻസ്, അതുണ്ടാക്കിയ ഷേപ്സ് എല്ലാം കടന്നു പോയിട്ടുള്ളത് മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾസ് വെച്ചിട്ടാണ്. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ദാറ്റ് ഈസ് ദ റീസൺ വൈ വി കോൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഈസ് എ റോയൽ എഞ്ചിനീയറിംഗ് എന്നുള്ളത്. മൂന്നാമത്തെ കാര്യം എന്നുള്ളത് മാനുഫാക്ചറിങ്ങുമായി ബന്ധപ്പെട്ട് പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളും ഹാൻഡിൽ ചെയ്യുന്നത് മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾസ് വെച്ചിട്ടാണ്. അതുകൊണ്ട് തന്നെ മാനുഫാക്ചറിങ് ഫീൽഡിലും മറ്റും ജോലി ചെയ്യുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾസും ഫണ്ടമെൻ്റൽസും ഒക്കെ മനസ്സിലാക്കി കാണും. അത് നിങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രം പോരാ, അവിടെ മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിൻ്റെ ബിരുദം അറിയുകയും അതിൻ്റെ എക്സ്പെർട്ടീസ് മനസ്സിലാക്കുകയും റോയൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എന്തുകൊണ്ട് ആ പേരിൽ അറിയപ്പെടുന്നു എന്ന കാര്യം അംഗീകരിക്കുന്നത് കൂടി നല്ലതായിരിക്കും. ഇനി നാലാമത്തെ കാര്യം എന്നുള്ളത് എഞ്ചിനീയറിംഗ് ഓഫ് എഞ്ചിനീയറിംഗ് എന്ന് പറയാൻ പറ്റും. ഇത് പറയാൻ കാരണം എഞ്ചിനീയറിങ്ങിനെ നമുക്ക് നോക്കുകയാണെങ്കിൽ മെയിനായിട്ടും 4-5 ഫീൽഡിൽ ഒതുക്കാൻ പറ്റും. ഒന്ന് സിവിൽ എഞ്ചിനീയറിംഗ് ആണ്, 2 കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് ആണ്, 3 ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ആണ്, 4 ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണ്, 5 മെഡിക്കൽ ഫീൽഡിലുള്ള പല എഞ്ചിനീയറിംഗും ഉണ്ട്. അതായത് എഞ്ചിനീയറിംഗും മെഡിക്കലും തമ്മിൽ കമ്പൈൻ ചെയ്യുന്ന മേഖലകളാണ്. അതിനെക്കുറിച്ച് ദ എഡ്യൂക്കേറ്ററിൽ എപ്പിസോഡ് ചെയ്തിരുന്നു. താല്പര്യമുള്ള കൂട്ടുകാർക്ക് വേണ്ടി ഒരു ലിങ്ക് ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ കാർഡായോ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. സോ ഈ എല്ലാ എഞ്ചിനീയറിംഗിലേക്കും അത് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഇല്ലാതെ പറ്റില്ല എന്നുള്ളതാണ്. ഒരു ഉദാഹരണം ഏറ്റവും കൂടുതൽ പറയുന്നതാണ് കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് ആണ് ഏറ്റവും വലിയ എഞ്ചിനീയറിംഗ്. ഇന്ന് കാണുന്ന ഏറ്റവും ട്രെൻഡി അതാണ്, ഇന്ന് ഹാപ്പനിങ് എഞ്ചിനീയറിംഗ് ഇതാണ്, ട്രെൻഡ് സെറ്റർ ഇതാണ് എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് വിത്തൗട്ട് എ ഫിസിക്കൽ എയ്ഡ് ഇല്ലാതെ എങ്ങനെ ഈ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിങ്ങിൻ്റെ കോഡും ഡിജിറ്റൽ ഇൻസ്ട്രക്ഷൻസും കൊണ്ടുവരാൻ പറ്റും, നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ ലോകത്തേക്ക് അതിൻ്റെ റിസൾട്ട് കൊണ്ടുവരാൻ പറ്റുമെന്ന് ചിന്തിച്ചു നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഇസ് ദ വൺ എഞ്ചിനീയറിംഗ് ഈ രീതിയിലുള്ള ഒരു ഫിസിക്കൽ ഇൻ്റർപ്രിറ്റേഷൻ, ഫിസിക്കൽ ഇൻ്റർവെൻഷൻ കൊണ്ടുവരാൻ സഹായിക്കുന്ന എഞ്ചിനീയറിംഗ് എന്നുള്ളത്. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് നോക്കുകയാണെങ്കിൽ അതിലെ ഓരോ കമ്പോണൻസും അതിൻ്റെ ഡിസൈൻസും ഷേപ്സും ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾസ് കൂടി നോക്കിയാണ്. ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിങ്ങിൻ്റെയും കഥ അതുതന്നെ. അതോടൊപ്പം സിവിൽ എഞ്ചിനീയറിങ്ങും പല കാര്യങ്ങളും മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങുമായി കമ്പൈൻഡുള്ള എഫേർട്ട് വെച്ചിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇനി 5ാമത്തെയും അവസാനത്തേതുമായ കാര്യമാണ് എഞ്ചിനീയറിംഗ് ഓഫ് ദ ഫ്യൂച്ചർ. അതാണ് റോയൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. കാരണം തുടർന്നുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആയാലും ഡീപ്പ് തിങ്കിങ് ആയാലും മെഷീൻ ലേണിംഗ് ആയാലും ഇതൊക്കെ ചെയ്തതിന് ശേഷം ഇതിൻ്റെ റിസൾട്ട് നമ്മുടെ ലോകത്തിലേക്ക് കൊണ്ടുവരാൻ, ഉദാഹരണത്തിന് ഒരു റോബോട്ടിക് ആം ഉണ്ടാക്കുന്നു, അതിനാവശ്യമായ ഇൻസ്ട്രക്ഷൻസ് കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിങ്ങോ IT ഫീൽഡിലുള്ള വിദഗ്ധരോ ചെയ്യുന്നു. പക്ഷേ അതിൻ്റെ റിസൾട്ട് ആ റോബോട്ടിക് ആമിൽ കൂടി കൊണ്ടുവരാൻ, ആ റോബോട്ടിക് ആമിൻ്റെ ഡിസൈൻ, അതിൽ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ്, ആ മെറ്റീരിയൽസിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഇന്നൊവേഷൻസ്, ഏതൊക്കെ രീതിയിലുള്ള മെറ്റൽ കോമ്പിനേഷൻസ് ആണ്, കെമിക്കൽ കോമ്പിനേഷൻസ് ആണ്, അതെങ്ങനെ നല്ല രീതിയിലുള്ള മെക്കാനിക്കൽ റിസൾട്ട് കൊണ്ടുവരുന്നു സോ ദാറ്റ് റോബോട്ടിക് ആം ഈസ് സ്ട്രോങ് ഇനഫ് ടു ഹോൾഡ് എനി ഫിസിക്കൽ തിങ് എന്നൊക്കെയുള്ളത് മനസ്സിലാക്കേണ്ടത് മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിൻ്റെ ലെൻസിൽ കൂടി മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ കൺക്ലൂഡ് ചെയ്യുന്നു. എനിക്കറിയാം വളരെ ബ്രീഫായിട്ടാണ് കാര്യങ്ങൾ പറഞ്ഞത്. നിങ്ങളുടെ കരിയറുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചോദ്യങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകും. പ്രത്യേകിച്ച് മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കുക, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഇസ് എ റോയൽ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഇസ് എ സൂപ്പർ എഞ്ചിനീയറിംഗ് ആൻഡ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഇസ് ദ ഹാപ്പനിങ് എഞ്ചിനീയറിംഗ്.
ഇന്നലെയല്ല ഇന്നല്ല നാളെയും എന്നും പ്രസക്തിയുള്ള എഞ്ചിനീയറിംഗ് ആണ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. ഈ ഒരു ഫീൽഡിൽ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ എഡ്യൂക്കേഷനും നിങ്ങളുടെ കരിയറും പടുത്തുയർത്താനും പറ്റും. നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ ഒരിക്കലും ഈ ഒരു എഞ്ചിനീയറിംഗിനെ സെലക്ട് ചെയ്യരുത്. എഞ്ചിനീയറിംഗ് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ഞാൻ എന്തുകൊണ്ട് എത്തി എന്ന് ക്വസ്റ്റ്യൻ മാർക്കിൽ മുന്നോട്ട് നിൽക്കുന്ന ഒരവസ്ഥ എന്തുകൊണ്ടും ഉണ്ടാകരുത്. അത് നിങ്ങൾക്ക് മാത്രമല്ല, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എന്ന ഫീൽഡിന് കൂടി ഒരു ഇൻസൾട്ടാണ് എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ ഗ്രേറ്റ് ഡേ.